കണ്ണൂരിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേർക്ക് വ്യാപക ആക്രമണമാണ്. കോടിയേരിയിലും മാലൂരിലും കോൺഗ്രസ് ഓഫീസുകൾ തകർത്തിരിക്കുന്നു. തലശ്ശേരി കൊള്ളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു. പയ്യന്നൂർ, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തിലെ മാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേർക്കും ആക്രമണമുണ്ടായി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസുകൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, സംസ്ഥാനമാകെ സമാധാനാന്തരീക്ഷം തകരുന്ന സാഹചര്യമാണ്. കണ്ണൂരിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഓഫീസുകൾക്കെതിരെ ആക്രമണം ഉണ്ടായത്? ഇന്നലെ തന്നെ കണ്ണൂരിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ UDF CPM പ്രവർത്തകർ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നു. അതായത് ആരോഗ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, സംഘർഷമൊക്കെയാണ് ഇത്തരമൊരു വലിയ രീതിയിൽ ജില്ലയിലാകെ തന്നെയുള്ള ഒരു പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും ചില പ്രതികരണങ്ങളിലേക്കുമൊക്കെ എത്തിച്ചത്. ഇന്ന് രാവിലെ കണ്ണൂർ മാലൂരിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഓഫീസിന്റെ ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. CPM പ്രവർത്തകരാണ് പിന്നിലെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത്. ഇന്നലെ രാത്രിയിൽ കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കല്ലിൽ താഴെയിലുള്ള പാറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിടുകയായിരുന്നു. പിന്നീട് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ പിന്നീട് അടച്ചത്. തലശ്ശേരി കൊളശ്ശേരിയിൽ കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു. 2 റീത്തുകളാണ്. ആ റീത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സകലതും ഓർത്തു വെക്കപ്പെടും, അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്ന വാചകങ്ങളോടുകൂടിയാണ് ആ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചത്. കോടിയേരിയിലുള്ള പയ്യന്നൂർ, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തിലെ മാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായിരുന്നു. ഓഫീസിലെ ജലച്ചില്ലുകളും ഫർണിച്ചറുകളുമൊക്കെ അടിച്ചു തകർത്തു. അക്രമത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷ സമാനമായ അന്തരീക്ഷം, പലയിടങ്ങളിലും പ്രകോപനപരമായ ഇടപെടലുകൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന് പ്രത്യേക സുരക്ഷ പോലീസ് ഒരുക്കിയത്. ഇന്നലെ ഈ പറയുന്ന കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തിയപ്പോൾ ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ പോലീസ് തടഞ്ഞിരുന്നു. ആ സമയത്ത് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് എത്തി. വ്യാപകമായ ആക്രമണമാണ് കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് CPM ഓഫീസുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പത്തനംതിട്ട കോന്നിയിൽ പുതുയുഗയാത്രയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ചിരിക്കുന്നു. ചെങ്ങറമുക്കിൽ INTUC-യുടെ കൊടിമരവും നശിപ്പിച്ചിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇന്നലെ തന്നെ ഈ പ്രതിഷേധം പല ഇടത്തും തുടരുന്നുണ്ടായിരുന്നു. പത്തനംതിട്ടയിലും മന്ത്രിയുടെ ജില്ലയാണ്. അവിടെ ഇപ്പോൾ പുതുയുഗയാത്രയ്ക്ക് നേരെ ആക്രമണം എന്ന രൂപത്തിൽ കാണേണ്ടതുണ്ടോ? സ്മൃതി, ഇന്നലെ വൈകിട്ട് തന്നെ ജില്ലയിലെ പലയിടങ്ങളിലും, അത് അടൂർ, തിരുവല്ല, ഒപ്പം തന്നെ പത്തനംതിട്ട, കോന്നി തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും DYFI CPIM പ്രതിഷേധമുണ്ടായിരുന്നു. പ്രധാനമായും കോൺഗ്രസ് ഓഫീസുകൾക്കും നേരെയാണ് പ്രതിഷേധമുണ്ടായത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കൊടിമരങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും നശിപ്പിക്കപ്പെട്ടു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കോന്നിയിൽ ഈ പുതുക യാത്രയുടെ ഫ്ലക്സുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഒപ്പം തന്നെ ചെങ്ങറമുക്കിൽ INTUC-യുടെ കൊടിമരവും നശിപ്പിക്കപ്പെട്ടു. പരുമലയിൽ ഇന്നലെ പരുമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. തിരുവല്ലയിലും ഫ്ലക്സ് ബോർഡുകൾ, ഈ പുതുക യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ, അത് VD സതീശന്റെ ഫോട്ടോ വെച്ചുള്ള ആ ഫ്ലക്സുകൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതിൽ ഇന്നലെ UDF ജില്ലാ ചെയർമാൻ തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് CPIM DYFI പ്രവർത്തകർ വ്യാപകമായി ജില്ലയിൽ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന ഒരു പ്രതികരണം തന്നെ UDF ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ നടത്തിയിരുന്നു. അങ്ങനെ എല്ലായിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോന്നിയിലും ചെങ്ങറമുക്കിലുമാണ് ഇപ്പോൾ കൊടിമരങ്ങളും ഒപ്പം തന്നെ INTUC-യുടെ കൊടിമരങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലെ കേരളശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ കത്തി നശിച്ചു. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. കോങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ കോങ്ങാടും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം, ഫ്ലെക്സ് ബോർഡ് കത്തി നശിപ്പിച്ചിരിക്കുന്നു. എപ്പോഴുണ്ടായ സംഭവമാണ്? പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിലുള്ള കേരളശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ വാതിൽ തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും തീ വെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തീ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ്
പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള KSU ആക്രമണത്തിനെതിരായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാലക്കാട് അരങ്ങേറിയത്. വലിയ രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഭീഷണി മുദ്രാവാക്യങ്ങളും ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് അർദ്ധരാത്രിയോടുകൂടി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ തീയിട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ CPM ആണ് എന്നുള്ള, പക്ഷേ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് കടക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ഇപ്പോൾ ശേഖരിക്കുകയാണ്. ഇതിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് കോങ്ങാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.